വിജിലൻസ് അന്വേഷണത്തിനിടെ കോഴിക്കോട് കൂളിമാട് എരഞ്ഞിമാവ് റോഡിലെ അറ്റകുറ്റപ്പണിയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അറ്റകുറ്റപ്പണി പ്രവർത്തകർ തടഞ്ഞു. റോഡ് പണി കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ റോഡിലെ ടാറിങ് ഇളകിയതിലാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. നമ്മളെ ഇവിടെ ഇന്ന് രാവിലെ അവരാരോടും പറയാതെ അവർ വന്നിട്ട് ഇവിടെ റോഡ് കുറച്ചു ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടെ റീടയർ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പൊ അതിനെ ബന്ധപ്പെട്ട PWD അവരുടെ കൂടെ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവർക്ക് 2 കൊല്ലം വരെ മെയിന്റനൻസിന് വേണ്ടി വാറണ്ടി ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഒരു റോഡ് പണി തുടങ്ങി അത് പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ മെയിന്റനൻസ് ചെയ്യാൻ എന്തൊരു വിരോധാഭാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ജനങ്ങൾ പറഞ്ഞു ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം തെറ്റാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം ഈ ഭാഗത്ത് മാത്രമല്ല, ഇവിടെ കുറച്ച് ഭാഗത്ത് വിള്ളൽ കണ്ടു. പക്ഷെ ഈ താഴോട്ടൊക്കെ റോഡ് ഇതേ സ്ഥിതി തന്നെയാണ്, പണി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം നമ്മൾ ജനങ്ങളെ വാക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവരോട് പണി നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ഭാഗമായി അവരോട് പണി നിർത്തിവെച്ച് പോവാണ്. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്ത ഭാഗത്ത് സൈൻ ബോർഡ് വെച്ചിട്ട് പോകാൻ. കാരണം നിന്നുകൊണ്ടാണ് അവരെ ചെയ്യിക്കുന്നത്. ഇനി AXE ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ജനങ്ങളും കൂടി ഇരുന്നിട്ട് ബാക്കി. കാരണം വിജിലൻസ് അന്വേഷണം നടക്കുന്ന ഒരു റോട്ടിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ആളുകൾ പണി നടത്താൻ സമ്മതിക്കില്ല എന്ന നിലയിലാണോ? ഇഷാദ്, കൂളിമാട് എരഞ്ഞിമാവ് റോഡിലാണ് കഴിഞ്ഞ ഒരു മാസം മുൻപ് റീടാറിംഗ് നടന്നത്. അതിന് പിന്നാലെയാണ് റോഡ് ഇളകുന്ന സ്ഥിതി ഉണ്ടായത്. 4 സ്ഥലങ്ങളിൽ റോഡ് ഇളകുന്ന അവസ്ഥ ഉണ്ടാവുകയും ഇവിടെ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അവർ സാമ്പിൾ പരിശോധിച്ച് മടങ്ങുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കോൺട്രാക്ടർമാർ വീണ്ടും ഈ റോഡിലെത്തി മറ്റൊരു ഭാഗത്ത് റോഡ് അടർത്തി റീടയറിംഗിനായി ശ്രമിച്ചത്. അതായത് മറ്റൊരു സ്ഥലത്തും റോഡ് ഇളകിയിരുന്നത് വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന മേഖലയല്ല. അവിടെയും ഇന്ന് വന്ന് റോഡ് ഇളക്കി റീടാറിംഗിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് നാട്ടുകാർ വന്ന് ഇത് തടഞ്ഞത്. കാരണം ഇത് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലുള്ള സ്ഥലമാണ്. അങ്ങനെയൊരു സ്ഥലത്ത് ഇപ്പോൾ റീടാറിംഗ് നടത്താൻ കഴിയില്ല എന്നാണ് പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്നത്. ഇപ്പോൾ റോഡ് ഇളക്കിയപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കാരണം 8 സെന്റിമീറ്റർ വിടുത്തെങ്കിലും, അതായത് കനമെങ്കിലും റോഡിന് ഉണ്ടാകേണ്ടതാണ് റീടാറിംഗ് നടത്തുമ്പോൾ. അത് പക്ഷേ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. 4 സെന്റിമീറ്റർ മാത്രമാണ് പല സ്ഥലങ്ങളിലും റോഡിന് കനമുള്ളത് എന്നാണ് നാട്ടുകാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. പല സ്ഥലങ്ങളിലും 8 സെന്റിമീറ്റർ കനം പലയിടത്തുമില്ല. 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ താഴെ പലയിടങ്ങളിലും ഉയരം ഉള്ളൂ എന്നുള്ളത് കൂടി വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ എത്തുകയും ഈ തടയുകയുമായിരുന്നു. ഇവിടെയും കാണാം, ഇത് ജൽജീവൻ മിഷന് വേണ്ടി മണ്ണെടുത്ത റോഡ് കുഴിച്ച സ്ഥലമാണ്. ഇവിടെയും റോഡിന് കാര്യമായ കനമില്ല എന്നുള്ളതാണ്. 8 സെന്റിമീറ്റർ എങ്കിലും ഉണ്ടാകേണ്ട സ്ഥലത്താണ് ഈ തരത്തിൽ വളരെ ചെറിയ കനത്തിൽ മാത്രം റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ചേരുന്നുണ്ട്. അവരാണ് ഇത് തടഞ്ഞത്. എന്താണ് ഇങ്ങനെ തടയാൻ കാരണം? യൂത്ത് കോൺഗ്രസ് ആണ് ഈ അഴിമതിയെ പുറത്തു കൊണ്ടുവന്നത്. യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് വിജിലൻസിനും ബന്ധപ്പെട്ട സർക്കാർ മേഖലകളിലെല്ലാം ഇതിന്റെ പരാതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിലും ഇതിന്റെ തുടർ നടപടിക്ക് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത്. യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇതിന്റെ കരാറുകാരൻ ശാസ്ത്രീയമായി ചെയ്യേണ്ട ഈ പ്രവൃത്തി വളരെ കൊടും അഴിമതിയിൽ കൂടിയാണ് ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോയത്. യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഇതിന്റെ തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെ ബാക്കി പണികൾ എടുക്കാൻ സാധിക്കൂ എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. ഇതിന്റെ അടുത്ത ഘട്ടം എന്ത് ചെയ്യണം യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്? ഇതിന്റെ എല്ലാം എടുത്തുമാറ്റി ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെയാണോ ടാറിംഗ് നടത്തേണ്ടത് ആ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടുന്നത്. ആ തരത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ കരാറുകാർ വീണ്ടും റോഡ് കുത്തിപ്പൊളിച്ച് നന്നാക്കാനുണ്ടായ കാരണം വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗം കൂടി പൊളിക്കുന്നതിലൂടെ കൂടുതൽ പരിക്ക് ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് ഇടപെട്ട് തടയുകയായിരുന്നു. നിഷാദ്. ശരി, ഷംസീറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.